നമസ്കാരം. ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. ഗോവയിൽ സോളാർ പദ്ധതി തെർമൽ വൈദ്യുതിയെ ആശ്രയിക്കൽ കുറയ്ക്കാൻ ശ്രമം. ഗോവയിൽ തെർമൽ വൈദ്യുതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ മുഖ്യമന്ത്രി പ്രമോദ് സാവന്തിന്റെ നേതൃത്വത്തിൽ PM സൂര്യഘർ മുഫ്തി ബിജ്ലി യോജന പ്രോത്സാഹിപ്പിക്കുന്നു. 500 ഉപഭോക്താക്കൾ സൗരോർജ്ജ പ്ലാന്റുകൾ സ്ഥാപിച്ച് ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തു. ഗോവ 5.7 മെഗാവാട്ട് സൗരോർജ്ജവും ഉൽപ്പാദിപ്പിക്കുന്നു. 3.8 കോടി രൂപ കേന്ദ്ര സഹായവും ലഭിച്ചിട്ടുണ്ട്. 663.3 മെഗാവാട്ട് വൈദ്യുതി ആവശ്യത്തിൽ 559.9 മെഗാവാട്ട് താപോർജ്ജത്തിൽ നിന്നാണ്. 5000 അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ട്. 400 യൂണിറ്റിൽ താഴെ ഉപയോഗിക്കുന്നവർക്ക് 10 വർഷത്തേക്ക് വൈദ്യുതി ബില്ലില്ല. അടുത്ത വർഷം 50% വീടുകളിൽ സൗരോർജ്ജ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ ലക്ഷ്യമിടുന്നു. ഇന്നു മുതൽ വ്യാഴാഴ്ച വരെ ഗോവയിൽ റോഡ് ക്ലോഷേഴ്സ്. സൗത്ത് ഗോവ ജില്ലാ മജിസ്ട്രേറ്റ് ചൊവ്വാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 3 വരെ NH66, NH366, NH566, ഗോവ യൂണിവേഴ്സിറ്റി റോഡ് എന്നിവിടങ്ങളിൽ ഗതാഗതം തടസ്സപ്പെടുമെന്ന മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. NH66-ൽ ടൈറ്റൻ ജംഗ്ഷനിൽ നിന്ന് പനാജിയിലേക്കുള്ള ഹെവി വെഹിക്കിൾസിന്റെ പ്രവേശനം നിയന്ത്രിച്ചിട്ടുണ്ട്. NH566 വഴി ഡബോളിം വിമാനത്താവളത്തിലേക്ക് പോകാൻ യാത്രക്കാരോട് നിർദ്ദേശിച്ചു. ഈ നിയന്ത്രണങ്ങൾ ഗോവയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ്. യാത്രക്കാർ ബദൽ മാർഗങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. മർഗോ ബൈപ്പാസിൽ അയൺ പെല്ലറ്റ്സ് സ്വർണ്ണമാണെന്ന് തെറ്റിദ്ധരിച്ച് ഗതാഗതക്കുരുക്ക്. മർഗോ വെസ്റ്റേൺ ബൈപ്പാസിൽ നുവേം വെർണ ഭാഗത്ത് ഞായറാഴ്ച രാവിലെ വാഹനത്തിൽ നിന്ന് വീണ് തിളങ്ങുന്ന ഇരുമ്പ് കട്ടകളെ സ്വർണ്ണമാണെന്ന് തെറ്റിദ്ധരിച്ച് ജനങ്ങൾ ശേഖരിക്കാൻ തിരക്കുകൂട്ടി. ഇത് ഗതാഗതക്കുരുക്കിന് കാരണമായി. പിന്നീട് ഇവ ഇരുമ്പാണെന്ന് മനസ്സിലായി. പ്രദേശവാസികൾ ഗോവ പോലീസിനോട് ഉത്തരവാദിയായ വാഹനം കണ്ടെത്തി നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. സുരക്ഷാ ഭീഷണി ഉയർത്തിയ സംഭവത്തിൽ മൈന കുർച്ചോറിയം പോലീസ് അന്വേഷണം ആരംഭിച്ചെങ്കിലും ഔദ്യോഗിക പരാതി ലഭിച്ചിട്ടില്ല. സങ്കോൾഡയിൽ പാലത്തിന്റെ തകർന്ന ഭാഗം നീക്കം ചെയ്യാൻ പ്രവർത്തനം ആരംഭിച്ചു. സങ്കോൾഡ ജംഗ്ഷനിൽ നിർമ്മാണത്തിലിരിക്കുന്ന എലിവേറ്റഡ് കോറിഡോറിന്റെ ഒരു ഭാഗം ഞായറാഴ്ച തകർന്നിരുന്നു. പൊതുമരാമത്ത് വകുപ്പ് തകർന്ന ഭാഗം നീക്കം ചെയ്യാൻ പ്രവർത്തനം ആരംഭിച്ചു. ഗർഡർ ഉപകരണത്തിന്റെ മെക്കാനിക്കൽ തകരാറാണ് കാരണമെന്ന് PWD വ്യക്തമാക്കി. സർവീസ് റോഡുകളിൽ 7.5 മീറ്റർ വീതിയുള്ളതിനാൽ ഗതാഗതം തടസ്സപ്പെട്ടില്ല. എന്നാൽ ജൂൺ അവസാനം മുതൽ ജൂലൈ മധ്യം വരെ ബൈപ്പാസ് മുതൽ ഒക്കൊക്കേരോ സർക്കിൾ വരെ റോഡ് അടയ്ക്കും. സുരക്ഷയ്ക്ക് മുൻഗണന നൽകി പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായി PWD അറിയിച്ചു. കൊങ്കിണി നാടകം ഒരു ദിവസം 7 പ്രദർശനങ്ങളുമായി ലോക റെക്കോർഡിൽ. ഗോവയിലെ വോൾവോയിലെ കലാചേതനയുടെ ഗാനവ് ജലാസൻഡോ എന്ന കൊങ്കിണി നാടകം ഒരു ദിവസം 7 തവണ പ്രദർശിപ്പിച്ച് ലോക റെക്കോർഡ് സൃഷ്ടിച്ചു. മെയ് 18-ന് പോണ്ടയിലെ രാജീവ് കലാമന്ദിറിൽ രാവിലെ 7:30 മുതൽ അർദ്ധരാത്രി 12:30 വരെ 7 ഷോകൾ നടന്നു. മറാത്തി നാടകമായ അൽബത്തിയ ഗൽബത്തിയയുടെ 6 ഷോ റെക്കോർഡ് മറികടന്നു. സുചിത നർവേക്കർ രചിച്ച് അമോദ് വിൽപുലെ സംവിധാനം ചെയ്ത ഈ നാടകത്തിൽ 5 വയസ്സുകാരി ഭൂമി നർവേക്കർ എല്ലാ ഷോകളിലും അഭിനയിച്ച് റെക്കോർഡ് നേടി. ഗോവയിൽ മൈഗ്രന്റ് തൊഴിലാളികളിൽ നിന്നുള്ള മലേറിയ പുതിയ വെല്ലുവിളി. 2023 ഗോവയിൽ തദ്ദേശീയ മലേറിയ കേസുകൾ 0 കുടിയേറ്റ തൊഴിലാളികളിൽ നിന്നുള്ള മലേറിയ കേസുകൾ 2022 585-ൽ നിന്ന് 1209-ലേക്ക് ഇരട്ടിയായി. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ മലേറിയ വ്യാപനത്തിന് കാരണമാകുന്നു. പനാജി, മർഗോ, കാന്തോളിം തുടങ്ങിയ പ്രദേശങ്ങൾ ഹോട്ട്സ്പോട്ടുകളാണ്. 2012 മുതൽ 2021 വരെയുള്ള കാലയളവിൽ ഗോവ മെഡിക്കൽ കോളേജിൽ 10% കേസുകൾ ഒരു മാസത്തിനുള്ളിൽ മലേറിയ പോസിറ്റീവായി. തുടർച്ചയായ നിരീക്ഷണവും ചികിത്സയും മലേറിയ മുക്തമാക്കാൻ അനിവാര്യമാണ്. 10 വർഷത്തെ വിലക്കിന് ശേഷം മുത്തലിക് ഗോവയിൽ. ശ്രീ രാംസേന സ്ഥാപകൻ പ്രമോദ് മുത്തലിക്കിന്റെ 10 വർഷത്തെ ഗോവ പ്രവേശന വിലക്ക് മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് നീക്കി. 2014 മനോഹർ പരീക്കർ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. സനാതൻ ശങ്കർനാഥ് മഹോത്സവത്തിൽ മുത്തലിക് തന്റെ ആദ്യ പൊതുപ്രവേശനം നടത്തി. വിലക്ക് നീക്കിയതിന് സാവന്തിനോട് നന്ദി പറഞ്ഞു. കടുത്ത ഹിന്ദുത്വ നിലപാടുകൾക്ക് പേരുകേട്ട മുത്തലിക്ക് തനിക്കെതിരായ തെറ്റിദ്ധാരണകൾ മാറ്റാൻ ഈ സന്ദർശനം ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. മഹാദേയ് ഡോക്യുമെന്റ്സ് ഗവേഷണ പ്രബന്ധമെന്ന് NIO. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി മഹാദേയ് നദി ജലവിഭജനം സംബന്ധിച്ച് വിവാദമായ ഒരു ഡോക്യുമെന്റ് ഗവേഷണ പ്രബന്ധം മാത്രമാണെന്ന് വ്യക്തമാക്കി. കർണാടകയുടെ ജലവിഭജനം ഗോവയിൽ കുറഞ്ഞ സ്വാധീനം ചെലുത്തുമെന്നും എന്നാൽ മഹാദേയ് വന്യജീവി സങ്കേതത്തിൽ കാര്യമായ ആഘാതം ഉണ്ടാക്കുമെന്നും പഠനം പറയുന്നു. ഗവേഷകർ ഇത് PhD പഠനത്തിന്റെ ഭാഗമാണെന്നും സർക്കാരിനോ ഏജൻസിക്കോ നൽകിയിട്ടില്ലെന്നും അവകാശപ്പെട്ടു. മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് NIO പഠനം സുപ്രീം കോടതിയിൽ ഗോവയുടെ കേസിനെ ബാധിക്കില്ലെന്ന് വ്യക്തമാക്കി. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിലെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.